ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേവശില്പിയായ വിശ്വകർമാവ് ആണ് ഇവിടെ ആദ്യം ക്ഷേത്രം നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷു ദിവസത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ സൂര്യൻ വിഷു ദിവസത്തിൽ ആദ്യമായി വിഷ്ണുവിന് വന്ദനം അർപ്പിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തും ഓരോ കവാടങ്ങളുണ്ട്. ഭഗവത് ദർശനമായ കിഴക്കുവശത്തുള്ളതാണ് പ്രാധാന്യം. തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും. പണ്ട് കിഴക്കേ നടയിലെ മഞ്ജുളാലിൽ നിന്ന് നോക്കിയാൽ പോലും വിഗ്രഹം കാണാമായിരുന്നു അത്രേ. ഇരുവശത്തും ഇരുനില കെട്ടിട ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. കിഴക്കേ നടയിലെ ഗോപുരത്തേക്കാൾ ഉയരം കുറവാണ് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിന്. കിഴക്കേ ഗോപുരത്തിന് 33 അടിയും പടിഞ്ഞാറേ ഗോപുരത്തിന് 27 അടിയും ഉയരം വരും. ഏറെ പ്രത്യേകത ഉള്ള ക്ഷേത്ര വാസ്തുവിദ്യയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗ സമുച്ചയത്തിലുള്ളത്. ശ്രീകോവിൽ കരിങ്കൽ ഭിത്തിയാൽ ചുറ്റപ്പെട്ട് 2 അറകളോട് കൂടിയതാണ് ശ്രീകോവിൽ. ഇതിൽ ഏറ്റവും ഉൾഭാഗത്തുള്ള ഗർഭഗൃഹത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ ചിത്രീകരിച്ച മ്യൂറൽ ചിത്രങ്ങൾ വട്ട ശ്രീകോവിലിൻ്റെ പുറംഭിത്തിയിൽ കാണാവുന്നതാണ്. ശ്രീകോവിലിൻ്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രാണാനത്തിലൂടെയാണ് അഭിഷേക ജലം പുറത്തു വരുന്നത്. ശ്രീകോവിലിൻ്റെ മുൻപിലുള്ള പടികൾക്ക് സോപാനം എന്ന് പറയുന്നു. ഇവയുടെ സമീപം നിന്നാണ് ക്ഷേത്രവാദിക്കാരനായ മാരാർ ഇടയ്ക്കകൊട്ടി സോപാന സംഗീത ആലപിക്കുന്നത്. ശ്രീകോവിലിൻ്റെ മുൻവശത്ത് നടവാതിലിന് ഇരുവശവുമായി ദ്വാരപാലകരുടെ പ്രതിമ കാണാം. ശ്രീകോവിലിൻ്റെ വാതിലുകളും സോപാനവും സ്വർണം പൂശിയാണ്. കോവിലിൻ്റെ നേരെ മുൻപിൽ നമസ്കാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. സാധാരണയായി മണ്ഡപത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ പ്രവേശമുള്ളൂ. ഈ നമസ്കാര മണ്ഡപത്തിൻ്റെ അടിത്തറയിൽ വടക്കുവശത്തായി 283.25 ഇഞ്ച് നീളമുള്ള കോൽ എന്നറിയപ്പെടുന്ന അളവ് ദണ്ഡ് കാണാം. ക്ഷേത്ര നിർമ്മിതിക്കായി വിശ്വകർമാവ് നിർമ്മിച്ചതാണ് ഈ ദണ്ഡ് എന്നാണ് വിശ്വാസം. ക്ഷേത്രം നിർമ്മിച്ച പെരുന്തച്ഛൻ്റേതാവാം ഈ അളവുകോൽ. ഗർഭഗൃഹത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്തായി പ്രധാന തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നു. ഭഗവാനുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടെയാണ്. ലക്ഷണമൊത്ത ചതുരാകൃതിയിലുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 2 നിലകളോട് കൂടിയ ശ്രീകോവിലിൻ്റെ മേൽക്കുല ചെമ്പ് മേഞ്ഞ് സ്വർണം പൂശിയതാണ്. വടക്ക് ഭാഗത്ത് അഭിഷേക ജലം ഒഴുകുന്ന ഓവ് സ്ഥിതി ചെയ്യുന്നു. അകത്ത് 3 മുറികളുണ്ട്. ഇവയിൽ പടിഞ്ഞാറേ അറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. പാതാളാഞ്ചല ശിലയിൽ തീർത്ത മൂലവിഗ്രഹത്തെ കൂടാതെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 2 വിഗ്രഹങ്ങൾ കൂടിയുണ്ട്. വെള്ളി കൊണ്ടുള്ളതോ പഴയതുമായ വിഗ്രഹമാണ് ശിവേലിക്കും മറ്റും എഴുന്നള്ളിക്കുന്നത്. ഉത്സവകാലത്ത് മാത്രമേ സ്വർണ്ണ വിഗ്രഹം എഴുന്നള്ളിക്കാറുള്ളൂ. ചുമർ ചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അതിമനോഹരമായിട്ടുണ്ട് ഇവിടത്തെ ശ്രീകോവിൽ. ശിവൻ മോഹിനിയെ കണ്ട് മയങ്ങുന്നത്, പാലാഴിമദനം, ശ്രീരാമ പട്ടാഭിഷേകം, ഗണപതി, അങ്ങനെ നീളുന്നു ആ നിര. ശ്രീകോവിലിൻ്റെ വാതിലുകൾ പിച്ചളയിൽ തീർത്ത് സ്വർണം പൂശിയാണ്. 101 മണികൾ ഈ വാതിലിലുണ്ട്. ശ്രീകോവിലേക്ക് കയറാനുള്ള സോപാനപ്പടികൾ കരിങ്കല്ലിൽ തീർത്തുകയാണ്. അവ സ്വർണം പൂശിയിട്ടുണ്ട്.